പി.വി. അൻവറിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഞാൻ പാർട്ടി വിട്ടുപോയതല്ല, എന്നെ ബലമായി പുറത്താക്കിയതാണ്. ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെങ്കിൽ എന്നെ മുമ്പേ തന്നെ പുറത്താക്കേണ്ടേ. സ്വരാജ് പറയുന്ന വിവരക്കേടാണ്. സ്വരാജ് അതിരുവിട്ടാൽ താനും അതിരുവിടുമെന്ന ഭീഷണിയും പി.വി. അൻവർ മുന്നോട്ട് വെച്ചു. വാർത്താ സമ്മേളനം തുടരുകയാണ്. വോട്ട് കൊണ്ട് കിട്ടൂല. ഇപ്പൊ CPM എടുക്കുന്ന ഈ നിലപാട് കൊണ്ട് ഉള്ള വോട്ട് കൂടി പോവും. ഹിന്ദുക്കളെ വോട്ടും പോവും, മുസ്ലിങ്ങളെ വോട്ടും പോവും. രണ്ടും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇത് അവർക്ക് അവരുടെ ചില നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു വഴി മാത്രം അവർ തേടുകയാണ്. അതാണ് ഈ പറയുന്ന മുസ്ലിം പ്രീണനമായിരുന്നു പാർട്ടിയുടെ പരാജയം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറ്റ കാരണം അതാണ്. അത് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ സുഖിപ്പിക്കണം. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞാൻ പണം കൊടുത്തപ്പോൾ, MLA ഫണ്ട് ADS കൊടുത്തപ്പോൾ ഇത് പാർട്ടിയുടെ നിലപാടില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് എല്ലാ സമുദായം ഒന്നല്ലേ, ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ലേ, എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്കൂള് അല്ലെങ്കിൽ സർക്കാർ സ്കൂളാക്കിക്കൂടെ? ഇവിടെ സർക്കാർ സ്കൂൾ ഉണ്ടാക്കാനും കഴിയില്ല, എയ്ഡഡ് സ്കൂളുകൾക്ക് സഹായം കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ആരോടുള്ള അനീതിയാണ്? ആ ജനങ്ങളോടുള്ള അനീതിയല്ലേ? നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ പാർട്ടിയിലേ നടക്കുമോ? ഏരിയ കമ്മിറ്റിൻ്റെ കത്ത് ഇപ്പം നിങ്ങൾ ഓഫീസിൽ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഓഫീസിൽ പോകാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞ് ഞാൻ ഇപ്പം തെളിച്ചു തരാം. ഈ വർഷത്തെ കൊടുക്കലിൻ്റെ ഫണ്ടിൻ്റെ ഓരോ പഞ്ചായത്തിലും LC സെക്രട്ടറിമാർ തന്ന കത്ത് ലിസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ നിലമ്പൂർ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴത്ത് കൊടുക്കാൻ പറയാം. ഇങ്ങനെ ഇതാണ് ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് ആടിനെ പട്ടിയാക്കുന്നത്. ജില്ലാ നേതൃത്വം പാർട്ടി നേരിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ട് അവിടെ കോൺഗ്രസ്സുകാരോ ലീഗാരോ ഒരു ആവശ്യമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയും അത്യാവശ്യമായ റോഡോ, അത് പാർട്ടി സെക്രട്ടറിമാർ എതിർപ്പ് പറയാറുമില്ല. ബാക്കി 85-90% 90 ഉണ്ടാവും. കാരണം ഞാൻ ഈ അധികാരമെല്ലാം കൂടെ തലയിൽ വെച്ച് നടക്കാറില്ല. ഇതെല്ലാം ഇവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്, നമ്മൾ വൈബ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അത് എനിക്ക് ഏറ്റവും ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ച് നടക്കേണ്ട ഗതികേട് എൻ്റെ ആവശ്യമില്ല. അധികാരം അങ്ങനെ തന്നെയാണ്. ആ പാർട്ടി സെക്രട്ടറിമാർക്ക് പരമാവധി പവർ കൊടുക്കാനാണ് ഞാൻ പരിശ്രമിക്കൽ. എന്തുകൊണ്ടാ അത് അവർക്ക് കൊടുത്താലല്ലേ ഈ പാർട്ടി വളരുള്ളൂ. ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുത്തെങ്കിൽ അവിടെ പാർട്ടി പ്രവർത്തനം നടക്കുള്ളൂ. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കാറാണ് ഞാൻ പാർട്ടിയുമായിട്ട് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഉണ്ടെന്ന് പറയട്ടെ. 8 കൊല്ലത്തിനടുക്ക് ഒരു LC സെക്രട്ടറിയായിട്ട് PV അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയിക്കട്ടെ. ഇപ്പം വേണമെങ്കിൽ മൈക്കിന് മുമ്പിൽ വന്ന് അവർ പറഞ്ഞാൽ പറയായിരിക്കും. ഒരാളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പാർട്ടിക്കും MLA എന്ന നിലയ്ക്ക് എനിക്കുമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് പെരുമാറാറുത്. ഒരു സാധാ മനുഷ്യനോട് പെരുമാറുന്ന അവന് കൊടുക്കുന്ന പരിഗണന, വലിയ ആളുകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന ഒരു സാധാരണക്കാരൻ ഓഫീസിൽ വന്നാലും നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ ഈ പാർട്ടി ഓഫീസ്, ചുങ്കത്തറ പാർട്ടി ഓഫീസ് പൊളിച്ചിട്ടു. അത്യാവശ്യം മോശമില്ലാത്തൊരു ഓഫീസായിരുന്നത്, ഒരു കാരണമില്ലാതെ പൊളിച്ചിട്ടു. ഇപ്പോൾ എത്ര കൊല്ലമായി? 4 കൊല്ലമായി ആ ഓഫീസ്. തിരിച്ച് പണിയാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. പോത്തുകല്ല് പാർട്ടിക്കൊരു ഓഫീസില്ല. കഴിഞ്ഞ 4-5 വർഷമായി നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു 5 സെൻറ്റ് സ്ഥലം എവിടെയും വാങ്ങ്, ഞാൻ ആരെയും കൂട്ടിത്തരാം, നിങ്ങൾ സ്ഥലം കണ്ടെത്ത്, കെട്ടിട നിർമ്മാണം എല്ലാവരും സഹായിക്കും, ഞാൻ കൂടെ വന്നു തരാം. ഒരാഫീസില്ല, ചുങ്കത്ര ഇല്ല. ചുങ്കത്ര ഉള്ളത് പൊളിച്ചു കളഞ്ഞു. ഈ പറയുന്ന എന്താ പറയുക പോത്തുകല്ലിൽ ഇന്ന് വരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതൊന്നും ഇവർക്ക് ചെയ്യാം. അപ്പോൾ കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞല്ലോ, സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ എന്തുള്ളത്? ഞാൻ കുഞ്ഞാലിയുടെ മണ്ണെന്ന് എന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് ജയിച്ചു വന്ന ആ കുഞ്ഞാലിയോട് ഒരു തരി സ്നേഹം പാർട്ടിക്കുണ്ടെങ്കിൽ ബഹുമാനായ സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്മാരകമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഇങ്ങനെ പറയാം. നടത്താൻ കഴിയുന്ന വിചാരിക്കുന്നു. വെള്ളിയാഴ്ച സഭ തുടങ്ങുന്നത് അതോ ഒന്നുമില്ല, ആകെ 2 hours ഉണ്ടാവും. തിങ്കളാഴ്ച പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് താങ്കളെ പരാജയപ്പെടുത്താനല്ല, ജയിപ്പിക്കാൻ വേണ്ടി അവിടെ കേന്ദ്രീകരിച്ച് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രവർത്തിച്ചു. താങ്കൾ തന്നെ പറഞ്ഞു വിജയത്തിന് ഏറ്റവും അനുകൂലമായ ഘടകം ഉണ്ടായത് റാലിയാണെന്ന്. അത് താങ്കളുടെ താല്പര്യത്തിൽ അവിടുത്തെ സഖാക്കളെ പിടിച്ചിട്ടാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അവർ പറയുന്നത് ജില്ലാ നേതൃത്വത്തിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു.
അവരത് യോഗം ചേർന്ന് കൂടി ആലോചിച്ച് സബ്ജക്ട് അവരുടെ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം അവർ നടപ്പിലാക്കിയാണ്. താങ്കൾ അതിന്റെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. അതിലെല്ലാ ബുദ്ധിയും അവരായിരുന്നു. ആയിക്കോട്ടെ, അവിടുത്തെ പാർട്ടിക്കാരോട് ചോദിച്ചാൽ മതി, സാധാരണക്കാരോട് ചോദിക്കും. നിർത്താം ഞാൻ. പാർട്ടിക്ക് ഒറ്റ പരാതികൾ പാർട്ടിക്ക് മുമ്പ് കൊടുത്ത പരാതികൾ, ഈ വിവാദം ഉണ്ടാകുന്ന ഒരുപാട് മുമ്പ് കൊടുത്ത പരാതികൾ തന്നെ നടപടിയൊക്കെ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് കാര്യത്തിൽ പറഞ്ഞത്. ആ പരാതികൾ ആവശ്യങ്ങൾ പുറത്തുവിടുന്നു പറഞ്ഞു. ഏതെങ്കിലും പരാതികൾ പുറത്തുവിടാൻ കഴിയും? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ നന്നായി. ഞാൻ ഇന്നലെ രാത്രി ഏഷ്യാനെറ്റിലെ അനിൽകുമാർ അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് കസ്റ്റംസ് പിടിക്കുന്നതാണ് MLA-ക്ക് വലിയ വിഷമം, അല്ല പോലീസ് പിടിക്കുന്നതാണ്, അല്ല കസ്റ്റംസ് പിടിക്കാത്തതിൽ വിഷമമില്ല എന്നുള്ള ആംഗിളിൽ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മളോട് വിശദീകരിച്ചു. മറ്റൊരു കാര്യം അവൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് P. ശശിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറഞ്ഞില്ല എന്ന്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറയാതിരുന്നതിൻ്റെ കാരണം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഒഫീഷ്യലാണ്, ഗവൺമെൻറ് പോലീസ് അന്വേഷിക്കാനുള്ള പരാതിയാണ്. അതിനുശേഷമാണ് പാർട്ടിക്ക് ഞാൻ പരാതി കൊടുത്തത്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു പരാതി കൊടുത്തിട്ടുണ്ട് PV അൻവർ. ആ പരാതിയിൽ P. ശശിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി കൊടുത്ത പരാതിയിൽ ഒന്നുമില്ല എന്നാണ് ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ആ കൊടുത്ത പരാതി, കാരണം PV അൻവർ എന്താണ് പറഞ്ഞത്, ഞാൻ സത്യത്തിൽ 2 ദിവസമായിട്ട് കൊടുക്കാൻ മടിച്ചിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതുകൊണ്ട് മുകളിൽ ഒരു വിഷയം അപ്പുറത്തുണ്ടാകണ്ട എന്ന് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നലെ അനിൽകുമാർ ഔദ്യോഗിക സ്പോക്സ്മാനായ CPM-ന്റെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ രാത്രിയിലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞത്, പാർട്ടിക്ക് ഞാൻ നൽകിയ പരാതിയിൽ P. ശശിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികം ഞാൻ വീണ്ടും കള്ളനാവുകയാണ്, എന്നെ കള്ളനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് ഇന്ന് ഞാനത് ഇപ്പം തന്നെ 1 മണിക്കൂറിലത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പരാതി 10-12 പേജുണ്ട്. അതോടൊപ്പം ഞാൻ കൊടുത്ത തെളിവുകളുണ്ട്. അതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പരാതി ഞാനിപ്പോൾ 1-2 മണിക്കൂറിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ പരാതിയിൽ CPM-ന്റെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സണായ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതാണോ ശരി, PV അൻവർ പറഞ്ഞിരുന്നതാണോ ശരിയെന്ന് നിങ്ങൾ പരിശോധിക്കും, ജനങ്ങൾ പരിശോധിക്കട്ടെ. പാർട്ടിൻ്റെ മുകളിൽ ഒരു അന്വേഷണമില്ല. എന്താ പറഞ്ഞത്? PV അൻവറിൻ്റെ പ്രഥമ ദൃഷ്ടിയാലും കഴമ്പില്ല. അതാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊന്ന് വായിക്കട്ടെ. പ്രഥമ ദൃഷ്ടിയാൽ അതിൽ തെളിവ് പരാതിയുണ്ടോ കഴമ്പുണ്ടോ എന്ന് ജനം പരിശോധിക്കട്ടെ, പാർട്ടി സഖാക്കളും പരിശോധിക്കട്ടെ. അതുകൊണ്ട് അനിൽകുമാർ ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഈ പോകുന്ന ഈ വഴിയിൽ ഒന്ന് പറയുന്നവനൊക്കെ ഈ ശാപകുത്തലുണ്ടല്ലോ CPM-ന്റെ ഔദ്യോഗികം, അവരുടെ മുന്നിൽ ഈ സമൂഹത്തിന് മുമ്പിൽ എനിക്കിനി വഷളാനാവില്ല. അതുകൊണ്ട് അതും ഞാൻ ഇന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് നൽകും, ജനങ്ങൾക്ക് നൽകും. PV അൻവർ MLA-യുടെ വാർത്താ സമ്മേളനമാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത്. അദ്ദേഹം അക്കമിട്ട് ഓരോന്നിനും മറുപടി പറയുന്ന തത്രപ്പാടിലായി.